വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണനാളിൽ തൃശൂരിൽ പുലികളി, കുമ്മാട്ടി മഹോത്സവം എന്നിവ വേണ്ടെന്നുവച്ച തൃശൂർ കോർപ്പറേഷന്റെ തീരുമാനത്തിനെതിരെ സംഘാടക സമിതികൾ രംഗത്ത്. ഓണനാളിൽ ഇരു ആഘോഷങ്ങളും നടത്തുമെന്ന് സംഘാടക സമിതികൾ അറിയിച്ചു. കോർപ്പറേഷൻ തീരുമാനം ഏകപക്ഷീയമെന്ന് സംഘാടക സമിതികൾ പറയുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുലികളി, കുമ്മാട്ടി എന്നീ ആഘോഷങ്ങൾ നടത്തേണ്ടതില്ലെന്ന് തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചത്. 16, 17 തീയതികളിലായി കുമ്മാട്ടിയും 18-ന് ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് പുലികളിയുമാണ് നടക്കേണ്ടിയിരുന്നത്. ഇത്തവണ പുലികളിക്കായി 9 ടീമുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. പുലികളിക്കായി ഓരോ ടീമും 4 ലക്ഷത്തിലധികം രൂപ ഇതിനകം ചെലവഴിച്ചുവെന്നും പുലികളി ഉപേക്ഷിച്ചാൽ വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുമെന്നും പുലികളി സംഘാടക സമിതി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ അനുമതി നിഷേധിച്ചാലും പുലികളി നടത്താൻ സംഘാടക സമിതി തയ്യാറാവുമെന്ന് അഡ്വക്കേറ്റ് ബേബി പി ആന്റണി പറഞ്ഞു. തൃശൂർ കോർപ്പറേഷന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് തൃശ്ശൂരിലെ പുലിക്കളിക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ, പുലിയെ ബുക്ക് ചെയ്തു, മേളം ബുക്ക് ചെയ്തു, ടാബ്ലോ, മറ്റ് എല്ലാ അടിസ്ഥാന വർക്കുകളും ആരംഭിച്ച് ഏകദേശം ഓരോ ടീമിന് 4 ലക്ഷം രൂപ ചെലവഴിച്ചതിന് ശേഷം തൃശൂർ കോർപ്പറേഷൻ ഏകപക്ഷീയമായി തീരുമാനിച്ചത് വളരെ തെറ്റാണ്. അത് ഉടൻ പിൻവലിക്കണം. കുമ്മാട്ടി മഹോത്സവം ആചാരത്തിന്റെ ഭാഗമാണെന്നും മുഴുവൻ ദേശങ്ങളും കുമ്മാട്ടി മഹോത്സവം നടത്താനാണ് തീരുമാനമെന്നും കുമ്മാട്ടി മഹോത്സവ സംയുക്ത സമിതി അറിയിച്ചു. കലാകാരന്മാർ, വേഷക്കാർ എന്നിവരെ പട്ടിണിക്കിടാതിരിക്കാൻ വേണ്ടി കൂടിയാണ് കുമ്മാട്ടി നടത്തുന്നത്. വയനാട് ദുരിത സഹായത്തിനായി വലിയ തുക നൽകുമെന്നും സംഘാടക സമിതി വ്യക്തമാക്കി. വേഷക്കാരെയും കലാകാരന്മാരെയും പട്ടിണിക്ക് വിടാത്ത രീതിയിൽ എല്ലാ സംഘടനകളും എല്ലാ സമിതികളും ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉത്രാടം തൊട്ട് നാലോണം വരെയുള്ള എല്ലാ കുമ്മാട്ടികളും ആചാരപൂർവ്വം വളരെ നല്ല രീതിയിൽ ജനങ്ങളുടെ അഭിപ്രായത്തോട് കൂടിയിട്ട് നടത്താൻ തീരുമാനിച്ചു. ഞങ്ങളാലാവുന്ന വിധം ഈ കുമ്മാട്ടി കഴിഞ്ഞതിന് ശേഷം വലിയൊരു സാമ്പത്തികം ഞങ്ങൾ വയനാട്ടിലേക്ക് നൽകുന്നതാണ്. കോർപ്പറേഷൻ ധനസഹായം നൽകില്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പുലികളി, കുമ്മാട്ടി സംഘങ്ങൾ ഓണാഘോഷ നാളിൽ മുൻ നിശ്ചയിച്ച പ്രകാരം പരിപാടികൾ നടത്തുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. റിപ്പോർട്ടർ, തൃശൂർ.